നമ്മുടെ ജീവിതത്തിൽ നാം ഒരുപാട് ശബ്ദങ്ങൾ കേൾക്കാറുണ്ട്. കൂടെ ഉള്ളവരുടെ ശബ്ദം, നമ്മുടെ ശബ്ദം, ദൈവത്തിന്റെ ശബ്ദം, ശത്രുവിന്റെ ശബ്ദം, അങ്ങനെ ഒരുപാട്. ഇത്രയധികം ശബ്ദം കേൾക്കുന്നത് കൊണ്ട് തന്നെ ദൈവത്തിന്റെ ശബ്ദം ഏതാണ് എന്നത് മനസ്സിലാക്കാൻ നമുക്ക് പ്രയാസമാണ്. ഇന്നത്തെ വീഡിയോയിൽ ദൈവം നമ്മോട് സംസാരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള 5 അടയാളങ്ങളെക്കുറിച്ച് വിശദമായി നമുക്ക് നോക്കാം. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ ഈ തിരക്കേറിയ ലോകത്ത് നാം ഒരുപാട് ശബ്ദം കേൾക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവം നമ്മോട് എന്താണ് സംസാരിക്കുന്നത് എന്ന് നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല. നാം ആദ്യം അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ദൈവം നമ്മോട് എപ്പോഴും സംസാരിക്കുന്നു എന്നതാണ്. പക്ഷേ നാം കേൾക്കുന്നില്ല എന്നതാണ് സത്യം. നമ്മളിൽ ചിലരൊക്കെ ആ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ചില കാരണങ്ങളാൽ ആ ദൈവത്തിന്റെ ശബ്ദം ശ്രദ്ധിക്കാൻ നമുക്ക് കഴിയാറില്ല. സത്യത്തിൽ ദൈവം അടയാളങ്ങളുടെ ദൈവമാണ്. ഭൂമിയെ ഇനി വെള്ളം കൊണ്ട് നശിപ്പിക്കില്ല എന്നതിൻ്റെ അടയാളമായിട്ട് മഴവിൽ തന്നതുപോലെ ദൈവം നമുക്ക് പലപ്പോഴും അടയാളങ്ങൾ കാണിക്കും. ദൈവം നമ്മോട് സംസാരിക്കുന്നുണ്ട് എന്നത് മനസ്സിലാക്കാനുള്ള അടയാളങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് ദൈവത്തെക്കുറിച്ച് നാം അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ആദ്യം നോക്കാം. ആദ്യത്തേത്, ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു. സങ്കീർത്തനം 65-2 പറയുന്നു, പ്രാർത്ഥനയ്ക്ക് ഉത്തരമരുളുന്ന ദൈവമേ, സകല ജനവും അങ്ങയുടെ അടുക്കിലേക്ക് വരും. നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ കഴിവുള്ള ഒരു ദൈവം നമുക്കുണ്ടെന്ന് വചനം വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവം എൻ്റെയൊക്കെ പ്രാർത്ഥന കേൾക്കാൻ സാധ്യതയുണ്ടോ എന്ന് സംശയിക്കേണ്ട കാര്യമില്ല. ദൈവം നിങ്ങൾ സംസാരിക്കുന്നത് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. രണ്ടാമത്തത്, ദൈവം നമ്മോട് സംസാരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 3-20 യേശു പറയുന്നു, ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് ചെന്ന് അവനോട് കൂടെയും അയാൾ എന്നോട് കൂടെയും അത്താഴം കഴിക്കും. ഇവിടെ നോക്കിക്കേ, ഈ വാക്യം ഒരു പ്രത്യേക ജനത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ജനത്തെക്കുറിച്ചുള്ളതോ അല്ല. യേശു ഈ ഒരു കൂട്ടം ആളുകളോട് മാത്രമേ സംസാരിക്കത്തുള്ളൂ എന്നല്ല അവിടെ പറയുന്നത്. അവിടെ പറയുന്നത് ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ടാൽ എന്ന് പറഞ്ഞ ദൈവം എല്ലാവരോടും സംസാരിക്കുന്നുണ്ട്. ദൈവം സംസാരിക്കുന്ന ആ ശബ്ദം കേട്ട് അകത്തേക്ക് ക്ഷണിക്കുന്ന വ്യക്തിക്ക് ദൈവിക സമാധാനവും സന്തോഷവും ഉണ്ടാകും. മൂന്നാമത്തത്, ദൈവം എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം തരും. യോഹന്നാൻ 16-24 ഇങ്ങനെ പറയുന്നു, ഇതുവരെയും നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല. അപേക്ഷിക്കുക, നിങ്ങൾക്ക് അത് ലഭിക്കും. അങ്ങനെ നിങ്ങളുടെ ആനന്ദം പരിപൂർണമായി തീരും. ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും, ദൈവം നാം പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനകൾക്ക് മാത്രമേ ഉത്തരം തരാറുള്ളൂ എന്ന്. ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും, ദൈവം നാം പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനകൾക്ക് ഉത്തരം തരുന്നുണ്ട്, പക്ഷേ ബാക്കി പ്രാർത്ഥനകൾ അവഗണിക്കുന്നു എന്ന്. അത് അങ്ങനെയല്ല. ദൈവം നമ്മുടെ എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം തരുന്നുണ്ട്. അതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രതീക്ഷയാണ്. ദൈവം ചില കാര്യങ്ങൾക്ക് അതെ, ശരി എന്നൊക്കെ മറുപടി പറയുന്നുണ്ടാകാം. പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഉത്തരം ആയിരിക്കില്ല അത്. നിങ്ങളുടെ ആഗ്രഹം ദൈവം ഇതില്ല, വേണ്ട എന്നൊക്കെ പറയണം എന്നായിരിക്കും. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ കഴിയാത്തത്. ദൈവം എപ്പോഴും പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകാറുണ്ട്. പക്ഷേ അത് ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ആയിരിക്കണം എന്നില്ല. പക്ഷെ ദൈവം ഉറപ്പായിട്ട് മറുപടി തരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നാലാമത്തത്, നാം ചെയ്യുന്ന പ്രാർത്ഥനകൾക്ക് നാം ആഗ്രഹിക്കുന്ന രീതിയിൽ ഉത്തരം വേണമെന്ന് ദൈവത്തെ നിർബന്ധിക്കാൻ പറ്റില്ല. നാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദൈവം എപ്പോഴും പ്രാർത്ഥനകൾക്ക് ഉത്തരം തരുന്നുണ്ട്. നാം ഇവിടെ പറയാറുണ്ടല്ലോ, പ്രാർത്ഥിക്കാൻ ഒരു മനുഷ്യനുള്ളിടത്തോളം കാലം ഉത്തരം നൽകാൻ ഒരു ദൈവം ഉണ്ടാകും എന്ന്. പക്ഷെ ദൈവം പരമാധികാരിയാണ്. ദൈവത്തിന് അത്ഭുതകരമായ രീതിയിൽ ഉത്തരം തരാൻ പറ്റും. ഏത് രീതിയിലും ഉത്തരം നൽകാൻ സാധ്യതയുണ്ട്. പക്ഷേ പ്രാർത്ഥനകൾക്ക് ഉത്തരം മാത്രം പ്രതീക്ഷിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മറുപടി ലഭിക്കാനായിട്ട് ദൈവത്തെ നിർബന്ധിക്കാൻ കഴിയില്ല എന്നത് മനസ്സിലാക്കുക. അഞ്ചാമത്തത്, നാം ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ കഴിയാത്തത്. ഇപ്പോൾ പലർക്കും പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവത്തോട് സംസാരിക്കുക എന്നത് മാത്രമല്ല, ദൈവം സംസാരിക്കുന്നത് ശ്രദ്ധിക്കുക എന്നതുമാണ്. എന്ന് പറഞ്ഞാൽ നാം നമുക്കുള്ള എല്ലാ വിഷയങ്ങളും ദൈവത്തോട് പറയണം. എന്നിട്ട് ദൈവം പറയുന്നത് എന്താണ് എന്ന് ശ്രദ്ധിക്കുകയും വേണം. ചില ആളുകൾ പ്രാർത്ഥിക്കും, പക്ഷേ ആ വിഷയത്തിൽ ദൈവം എന്താണ് സംസാരിക്കുന്നത് എന്ന് നിന്ന് കേൾക്കാറില്ല. എന്നിട്ട് പറയും, ദൈവം എന്താ എന്നോട് ഒന്നും സംസാരിക്കാത്തത് എന്നൊക്കെ. അതുകൊണ്ട് ദൈവത്തോട് സംസാരിച്ചതിന് ശേഷം ദൈവം എന്താണ് പറയുന്നത് എന്ന് ശ്രദ്ധിക്കുക. ഉറപ്പായിട്ടും ദൈവം മറുപടി പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആറാമത്തത്, നാം ആഗ്രഹിക്കുന്ന രീതിയിൽ ദൈവത്തെ കൊണ്ട് സംസാരിപ്പിക്കാൻ പറ്റില്ല. ദൈവത്തെ നമ്മുടെ ആശയങ്ങളിലും ആഗ്രഹങ്ങളിലും മാത്രം പരിമിതപ്പെടുത്താൻ കഴിയില്ല. ദൈവം നമ്മുടെ സൃഷ്ടാവാണ്.
ദൈവം ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നാമുമായുള്ള ബന്ധമാണ്. ദൈവം നമ്മുടെ കൂടെ ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഓരോ നിമിഷവും ദൈവം പറയുന്നത് കേൾക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ മിക്ക ആളുകളും ഭയങ്കര മഹത്തായ അനുഭവങ്ങൾ വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ദൂതനെ അയച്ചോ സ്വപ്നങ്ങളിലൂടെയോ ദൈവം തങ്ങളോട് സംസാരിക്കണമെന്ന് ചിലർ ആഗ്രഹിക്കുന്നുണ്ട്. ഇങ്ങനെയൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നിങ്ങൾ ഒരു കോൺഫറൻസിലാണ്, ഒരു പ്രസംഗം ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ മറന്നുപോയൊരു കാര്യം ദൈവം പെട്ടെന്ന് ഓർമ്മിപ്പിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ സക്സസ് ആകാൻ ഈ ഒരാളുമായിട്ട് ബന്ധപ്പെടണമെന്ന് ദൈവം പറയണമെന്ന് ചിലർ ആഗ്രഹിക്കുന്നുണ്ട്. ആ കോൺഫറൻസിൽ സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഉറങ്ങിപ്പോയി. ആ ഉറങ്ങുന്ന സമയത്ത് ദൈവം നിങ്ങൾക്കൊരു സ്വപ്നം കാണിച്ചു തന്നു എന്നിരിക്കട്ടെ. നിങ്ങൾ ആ സ്റ്റേജിൽ ഉണരുന്ന സമയത്ത് മറ്റുള്ള ആളുകൾ എന്തായിരിക്കും ചിന്തിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിക്കേ. നല്ല ആരോഗ്യത്തോടെ നിന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് കുഴഞ്ഞു വീണു. ചുറ്റും നിൽക്കുന്ന ആളുകൾ പെട്ടെന്ന് ചികിത്സിക്കാൻ വേണ്ടി ഒരു ആംബുലൻസിനെ ആയിരിക്കും വിളിക്കുന്നത്. ഇങ്ങനെയാണോ ദൈവം നിങ്ങളോട് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്? എല്ലാ സമയത്തും ഒരേപോലെ സംസാരിക്കണമെന്ന് വിചാരിക്കുന്നത് തന്നെ തെറ്റാണ്. ഇതെല്ലാം ഇപ്പോൾ മനസ്സിലായല്ലോ. ഇനി ദൈവം നിങ്ങളോട് സംസാരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള 5 അടയാളങ്ങൾ നമുക്ക് നോക്കാം. ആദ്യത്തേത്, നമ്മുടെ അകത്ത് തന്നെ കേൾക്കുന്ന ശബ്ദം. ഒരു ചോദ്യം ചോദിക്കാം. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് അറിയാമെന്ന് തോന്നിയിട്ടുണ്ടോ? നിങ്ങളോട് ചോദിച്ചാൽ പോലും നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളോട് ചോദിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ പോലും കഴിയില്ല. പക്ഷേ ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പുണ്ടാകും. കുറച്ചു സമയത്തിന് ശേഷം നിങ്ങൾ ഉറപ്പിച്ചതുപോലെ തന്നെ സംഭവിക്കുന്നത് കാണും. ഇതിനെയാണ് അകത്ത് നിന്ന് കേൾക്കുന്ന ശബ്ദം എന്ന് പറയുന്നത്. ഒരു വിശ്വാസി എന്ന നിലയിൽ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ട്. ഈ തരത്തിലുള്ള അറിവ് നിങ്ങൾക്ക് തരുന്നത് ആ പരിശുദ്ധാത്മാവാണ്. ദൈവം തൻ്റെ ആത്മാവിലൂടെ നാമുമായി ആശയവിനിമയം നടത്തുന്നു. അങ്ങനെ നമ്മുടെ ആത്മാവ് അത് നമ്മുടെ മനസ്സിൽ സംസാരിക്കുന്നു. ഇനി ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ വേണ്ടി കൂടുതൽ സമയം ചെലവഴിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ശബ്ദം എത്രയും വേഗത്തിൽ തന്നെ കേൾക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. രണ്ടാമത്തത്, സ്വപ്നങ്ങളും ദർശനങ്ങളും. ദൈവം നമ്മോട് സംസാരിക്കുന്ന മറ്റൊരു മാർഗമാണിത്. ഉൽപ്പത്തി 37:9 യോസഫിനോട് ദൈവം സ്വപ്നത്തിലൂടെ സംസാരിച്ചതുപോലെ തന്നെ ദൈവം നിങ്ങളോടും സ്വപ്നത്തിലൂടെയോ ദർശനങ്ങളിലൂടെയോ സംസാരിക്കും. അതിൽ പറയുന്നു, അവൻ മറ്റൊരു സ്വപ്നം കണ്ടു, അതും സഹോദരന്മാരെ അറിയിച്ചു. ശ്രദ്ധിക്കുക, ഞാൻ വേറൊരു സ്വപ്നം കണ്ടിരിക്കുന്നു. ഇത്തവണ സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ താണു വണങ്ങുകയായിരുന്നു. ദൈവം നിങ്ങൾക്ക് സ്വപ്നങ്ങളോ ദർശനങ്ങളോ കാണിക്കുന്നുണ്ടാകാം. അത് ദൈവം നിങ്ങളോട് സംസാരിക്കുന്നതിൻ്റെ ഒരു അടയാളമാണ്. മൂന്നാമത്തത്, കേൾക്കാൻ കഴിയുന്ന ദൈവിക ശബ്ദം. ഇത് അങ്ങനെ പൊതുവെ കാണാറില്ല. പക്ഷേ ദൈവത്തിന് നിങ്ങളോട് നല്ല വ്യക്തമായിട്ട് സംസാരിക്കാൻ കഴിയും. നിങ്ങൾക്ക് കേൾക്കാവുന്ന രീതിയിൽ ഒരു ശബ്ദം കേൾക്കും. അത് ദൈവമാണെന്ന് ആ ശബ്ദം കേട്ട ഉടൻ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. ബൈബിളിൽ പൗലോസായി മാറിയ ശൗലിനെ പോലെ ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കേൾക്കാൻ കഴിയും. നാലാമത്തത്, മറ്റ് ആളുകളിലൂടെയും മറ്റ് മാർഗങ്ങളിലൂടെയും. ദൈവത്തിന് മറ്റ് ആളുകളിലൂടെയും നിങ്ങളോട് സംസാരിക്കാൻ കഴിയും. അത് ചിലപ്പോൾ നിങ്ങളുടെ പുരോഹിതനോ ഒരു കൊച്ചുകുട്ടിയോ അല്ലെങ്കിൽ ഒരു അടയാളമോ ആകാം. ദൈവത്തിന് എങ്ങനെ വേണമെങ്കിലും നിങ്ങളോട് സംസാരിക്കാൻ കഴിയും. ചിലർ ലഘുലേഖകൾ വായിച്ചത് കൊണ്ട് ക്രിസ്ത്യാനികളായിട്ടുണ്ട്. ചിലർ ചുമ്മാ നടക്കുന്ന സമയത്ത് ചില മരങ്ങളെ കാണുമ്പോൾ പോലും ദൈവം അതിൽ നിന്ന് സംസാരിച്ച ചരിത്രമുണ്ട്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവം സംസാരിക്കുന്നത് ശ്രദ്ധിക്കുക എന്നതാണ്. അഞ്ചാമത്തത്, ദൈവത്തിൻ്റെ വചനത്തിലൂടെ. ദൈവം നമ്മോട് സംസാരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമാണിത്. ദൈവം എപ്പോഴും വചനത്തിലൂടെ നമ്മോട് സംസാരിക്കുന്നു. വചനവുമായി ബന്ധമില്ലാത്ത ഒരു കാര്യങ്ങളും ഒരിക്കലും പറയാറില്ല. ദൈവത്തിൻ്റെ വചനത്തിൽ ഇല്ലാത്ത പുതിയ കാര്യങ്ങൾ പറയാറില്ല. കാരണം എല്ലാ കാര്യങ്ങളും നേരത്തെ തന്നെ അറിയാവുന്നതുകൊണ്ട് നമ്മുടെ മാർഗനിർദ്ദേശത്തിന് വേണ്ടി മുൻകൂട്ടി കണ്ട് തന്നതാണ് ഈ വചനം. ദൈവം തന്നതാണ് എന്ന് നാം വിശ്വസിക്കുന്ന മറ്റു കാര്യങ്ങൾ കാരണം നാം വഴിതെറ്റി പോകാതിരിക്കാൻ ഇത് നമ്മുടെ പ്രധാനപ്പെട്ട വഴികാട്ടിയായിരിക്കണം. ഉദാഹരണത്തിന്, ഇനിയും ആഴമായി സ്നേഹിക്കണമെന്ന് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ബോധ്യം നൽകാം. ഇത് തിരുവെഴുത്തുകളുമായി ബന്ധപ്പെട്ടതാണോ എന്ന് ചോദിച്ചാൽ അതെ, അത് സംഭവിക്കാറുണ്ട്. അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന ഒരാൾക്കെതിരെ എന്തെങ്കിലുമൊക്കെ കള്ളം പറയുന്ന നിങ്ങൾ നിരന്തരം ഉള്ളിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക. ഇത് ബൈബിൾ പറയുന്ന കാര്യമാണോ എന്ന് ആദ്യം നോക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾ കേട്ട കാര്യം ദൈവത്തിൽ നിന്നുള്ളതല്ല. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ.